ഒന്നാം അധ്യായം 6-ാം വാക്യം വായിക്കാം. യഹോവ തന്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്ത പ്രകാരം അവൻ മോവാബ് ദേശത്ത് വെച്ച് കേട്ടിട്ട് മോവാബ് ദേശം വിട്ട് മടങ്ങി പോകുവാൻ തന്റെ മരുമക്കളോട് കൂടെ പുറപ്പെട്ടു. മതി. ഒരു അനുഗ്രഹീതമായ ഒരു വചനമാണ് നാം വായിച്ചു കേൾപ്പിക്കുകയായിരുന്നത്. മോവാബ് ദേശം വിട്ട് മടങ്ങി പോകുവാൻ ആഗ്രഹിക്കുന്ന
പുറപ്പെടുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് കേൾപ്പിനിടയായത്. ആരാണ് വ്യക്തി? 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമുക്കറിയാം, എലിമേലെക്ക് എന്നൊരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ഭാര്യ നവോമി, മകളോനും കിളിയോനും, അങ്ങനെ 4 പേരടങ്ങുന്ന ഒരു നല്ല കുടുംബം. അവർ ദൈവത്തെ സേവിച്ചും ദൈവകൽപ്പനകൾ അനുസരിച്ചും ദൈവീയ സന്തോഷത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇസ്രായേലിൽ ബേത്ലഹേമിൽ വലിയൊരു പ്രതിസന്ധി കടന്നിടയായി. എന്താണ്? ക്ഷാമം, ദേശത്തെങ്ങ് ക്ഷാമമുണ്ടായി. ബേത്ലഹേമിൽ ക്ഷാമമുണ്ടായി. ക്ഷാമത്തിലൂടെ കടന്നുപോയ ബേത്ലഹേമിലെ ജനത്തോടൊപ്പം ഈ കുടുംബവും ക്ഷാമത്തിലൂടെ കടന്നുപോയി വളരെ വേദന അനുഭവപ്പെടയായി. അവർക്ക് ഭക്ഷണം വാങ്ങുവാൻ പൈസയില്ല, വസ്ത്രം വാങ്ങുവാൻ പൈസയില്ല, പാൽ വാങ്ങുവാൻ പൈസയില്ല, ഒന്നിനും പൈസയില്ലാത്ത ഒരു കാലഘട്ടം, ഞെരുക്കമുള്ള ഒരു കാലഘട്ടം, മാന്യതയുള്ള ഒരു കാലഘട്ടം. അങ്ങനെ മാന്യം അനുഭവിച്ച് ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ കരം കൊടുക്കുവാനോ കഴിയാതെ, അല്ലെങ്കിൽ ദൈവാലയങ്ങൾക്ക് പോലും കൊണ്ടുവരാൻ കഴിയാതെ, ദൈവകാര്യങ്ങൾക്ക് പോലും ചെലവിടാൻ കഴിയാതെ സമസ്ത മേഖലകളിൽ ക്ഷാമം അനുഭവിക്കുന്ന കുടുംബം. ആ കുടുംബം അവരെങ്ങനെ ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നു, അനേകം ആളുകൾ അയൽരാജ്യമായ മോവാബിലേക്ക് പോവുകയാണ്. എന്താണ് മോവാബിൽ? ക്ഷാമമില്ല, സമൃദ്ധിയുണ്ട്. അവിടെ നല്ല ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. ആ സമൃദ്ധിയുടെ കാര്യങ്ങൾ കേട്ട് അനേകം പോയിക്കൊണ്ടിരിക്കുമ്പോ തന്നെ ഈ കുടുംബം, എലിമേലെക്കിന്റെ കുടുംബം, നവോമി മക്കളുമാകുന്ന കുടുംബം എങ്ങോട്ട് പോവുകയാണ്? മോവാബിലേക്ക് പോവുകയാണ്. ബേത്ലഹേം അല്ലെങ്കിൽ ഇസ്രായേൽ, ബേത്ലഹേമിലെ പട്ടണമാണ് ഇസ്രായേൽ പട്ടണമാണ് ബേത്ലഹേം. ആ ഇസ്രായേൽ അനുഗ്രഹിക്കപ്പെട്ട ദേശമാണ്, ദൈവം കൊടുത്ത പാൽ കൊടുക്കുന്ന ദേശമാണ്. എന്നാൽ ജനത്തിന്റെ മനസ്സ് പലവട്ടം പലതിലേക്ക് വഴിമാറിപ്പോയപ്പോൾ ആ ദേശത്തിൽ വലിയ അനുഗ്രഹങ്ങളൊന്നും ഉണ്ടാകുവാൻ ഇടയായില്ല. ദൈവത്തിന്റെ മക്കൾ ദൈവത്താൽ വിളിക്കപ്പെട്ട് അനുഗ്രഹത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണ്, ആത്മീയ സന്തോഷത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണ്, ആത്മീയ ഐക്യതയ്ക്കും സമാധാനത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. എന്നാൽ ദൈവം വഴിവിട്ട് ദൈവത്തെക്കാൾ മറ്റൊന്നിനോ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വലിയ ദൈവാനുഗ്രഹമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. മാത്രമല്ല, ആ ദേശത്തുണ്ടായി ക്ഷാമമുണ്ടായി. ക്ഷാമത്തിന്റെ പരിണതഫലങ്ങൾ ഇവർ അനുഭവിക്കുകയാണ്. ഏതിലും ഞെരുക്കം, എല്ലാറ്റിലും ഭാരം, കാര്യങ്ങളും നടക്കുന്നില്ല. പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പലതിലേക്ക് തുനിഞ്ഞിറങ്ങുന്നു, പക്ഷെ ഒന്നും നടക്കുന്നില്ല. വല്ലാത്തൊരു ക്ഷാമം, വല്ലാത്തൊരു അസ്വസ്ഥത, വല്ലാത്തൊരു സമാധാനക്കേട്. അങ്ങനെയിരിക്കുമ്പോൾ അവർ ചിന്തിച്ചു, ന്യായപ്രമാണമില്ലാത്ത അന്യജാതികൾ വസിക്കുന്ന ദൈവമില്ലാത്ത നാട്ടിലേക്ക് കുടുംബമായൊരു യാത്ര അവർ ആഗ്രഹിച്ചു. അതിന്റെ പരിണതഫലമോ ഭർത്താവായ എലിമേലെക്ക്, ഭാര്യയായ നവോമി, മക്കളായ രണ്ടാമക്കൾ മകളോട് കിളിയോനും നാട്ടിലേക്ക് പോവുകയാണ്. അവരെ കണ്ടത് ദേശത്ത് ജനമുണ്ട്, ധാരാളം സമൃദ്ധിയുണ്ട്, ഭക്ഷണമുണ്ട്, വസ്ത്രമുണ്ട്, ഒരുപാട് സുഖസൗകര്യങ്ങളിൽ ജീവിക്കുകയാണ്. അതുകൊണ്ട് അങ്ങോട്ട് പോയ അവർ
അങ്ങോട്ട് ചെന്നപ്പോൾ വളരെയധികം സ്വീകരണങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടാകാം. പലരും പറഞ്ഞു, നിങ്ങൾ അവിടെ ബേത്ലഹേമിൽ ക്ഷാമം കൊണ്ട് മരിക്കുന്നതിനേക്കാൾ നിങ്ങൾ ഇങ്ങോട്ട് വന്നത് എത്ര നന്നായി. ഇവിടെ എത്രയോ സമാധാനമുണ്ട്, എത്രയോ അനുഗ്രഹങ്ങൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഇങ്ങോട്ട് വന്നത് എന്തായി? അനുഗ്രഹം മായി എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ സ്വീകരിച്ചിട്ടുണ്ടാകാം. പക്ഷെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ആ ദേശത്തിന്റെ, ആ ഭവനത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരികയാണ്. എന്താണ് മാറ്റം വന്നത്? ആ ഭവനത്തിൽ ഞാൻ ചിന്തിക്കുന്നു, ഭൗതിക സമൃദ്ധി ഉണ്ടായെങ്കിലും അവരുടെ മനസ്സുകളെ അകത്തളങ്ങളിൽ വല്ലാത്ത ബാധകൾ വരാൻ തുടങ്ങി. പല അനർത്ഥങ്ങൾ കുടുംബത്തെ വേട്ടയാടാൻ തുടങ്ങി. ആദ്യമായി വേട്ടയാടിയത് ആ കുടുംബത്തെ പിതാവ്. പിതാവായിരിക്കാം ആ കാര്യങ്ങൾക്കെല്ലാം തീരുമാനമെടുത്തത്. പിതാവിനെ ശത്രു വേട്ടയാടി, മോവാബിനെ ശക്തി വേട്ടയാടി. ഹല്ലേലൂയ. അവന്റെ അടിമത്തത്തിലേക്ക് കൈകിട്ടിയ പിതാവായ ഏലിമേലെക്കിനെ വേട്ടയാടി. ഏലിമേലെക്ക് ഏതോ അനർത്ഥത്തിൽ മരിപ്പനിയായി. അനർത്ഥത്തിൽ മരിച്ച ഏലിമേലെക്കിന് അവർക്ക് വല്ലാത്ത സങ്കടമായി. ഇങ്ങോട്ട് കടന്നു വന്നപ്പോ എത്ര പേരുണ്ടായിരുന്നു? 4 പേരുണ്ടായിരുന്നു. ഇപ്പോൾ അവർ 3 പേരായി. വല്ലാത്ത വേദന. ആ ദേശത്ത് വന്ന മക്കൾക്ക് വിവാഹം ഉറപ്പിച്ച് അവർ വിവാഹം നടത്തിയിരുന്നു. 2 പേർക്ക്, മകളൂരും കിരിയോനും ഭാര്യമാരായിട്ട് 2 പേർക്ക് കിട്ടി. ആരാണ്? രൂത്തും ഓർപ്പയും. അങ്ങനെ ഒരുവിധം സന്തോഷത്തോടെ കൂടി ഞാൻ ചിന്തിക്കുന്നു, എലിമേലെക്കിനെ കുറിച്ചുള്ള വേദപാടിന്റെ വേദന ഹൃദയത്തിൽ കിടന്നിരുന്നെങ്കിലും തൽക്കാലം അത് മാറ്റിവെച്ച് മറന്നുവെച്ച് അവരിങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് മക്കളുടെ ജീവിതത്തില് ഒരനർത്ഥം ഉണ്ടായി. മകളോട് പെട്ടെന്ന് മരിച്ചപ്പോൾ വല്ലാത്ത വേദന, വല്ലാത്ത അടക്കി വയ്ക്കാൻ കഴിയാത്ത വല്ലാത്തൊരു വേദന അവരുടെ ജീവിതം സംഭവിക്കുകയാണ്. ഏറിയ നാൾ കഴിഞ്ഞില്ല, കില്യോനും ഇളയമകനായ കില്യോനും മരിക്കുകയാണ്. അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ആ വീട്ടിലെ ആൺസന്തതികളെല്ലാം മരിക്കുകയാണ്. കുടുംബത്തിലെ താങ്ങായി, തണലായി, നട്ടലായി മേഖലയെ മുന്നേറ്റത്തിനുള്ള വഴിയൊരുക്കേണ്ട ആൺസന്തതികളെല്ലാം ഒന്നൊന്നായി മരണത്തിന് മുമ്പിൽ കീഴ്പ്പെടുമ്പോൾ ആ മരണത്തിന്റെ മുറിവുകള് ആ വീട്ടിലെ മാതാവായിരുന്ന അതേ നവോമിയുടെ ഉള്ളിൽ കൂടെ വേദനയായി കീഴലായി മാറി. ദൈവത്തിന്റെ പൈതല് ജീവിതത്തിൽ ഹല്ലേലൂയ നിൽക്കേണ്ടതിനകത്ത സ്ഥാനത്ത് നിന്ന് ഒരു സ്ഥാനത്ത് അവിടേക്ക് എത്തിപ്പെടുമ്പോൾ നിൽക്കേണ്ട സ്ഥലത്ത് നിൽക്കാതെ മറ്റൊരു നിലകളിലേക്ക് എത്തിപ്പെടുമ്പോൾ ഒരുപക്ഷെ നഷ്ടങ്ങൾ ഉണ്ടാകാം, പരാജയം ഉണ്ടാകാം, ശത്രു ആക്രമിച്ചു വരാം, ഹൃദയങ്ങളെ മുറിവേൽപ്പിച്ചത് വരാം. അതിന്റെ മുമ്പില് എനിക്ക് നിനക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് വരത്തില്ല. നവോമിയുടെ ഉള്ളിൽ വല്ലാത്തൊരു മുറിവ് കടന്നു. ആ മുറവിളക്കുവാൻ മോവാബിന്റെ ഒരു വൈദ്യത്തിന് സാധിച്ചില്ല. മോവാബിന്റെ ഒരു ആലോചനയ്ക്ക് സാധിച്ചില്ല. അതെ, ഒരു വ്യക്തിയുടെ വേർപാടിന്റെ ദുഃഖമോ ആഴമേറിയ നഷ്ടബോധമോ ശ്രമിക്കപ്പെടുത്തുവാൻ, നികത്തുവാൻ, അത് തിരിച്ചെടുക്കുവാൻ ലോകത്തിന്റെ ഒരു ശാസ്ത്രത്തിനോ ലോകത്തിന്റെ ഒരു സൈക്കോളജിക്കോ ലോകത്തിന്റെ ഒരു ആശ്വാസത്തിനോ കഴിയാതിരിക്കുമ്പോൾ കഴിയുന്ന ഒരു ആശ്വാസം കൂടെ ലഭിക്കുന്ന ഇടം അത് ദൈവസന്നിധിയാണ്. അങ്ങനെ നവോമി ഹൃദയം മുറിഞ്ഞവളായി, അവള് വേദനയുള്ളവളായി, കയ്പുള്ളവളായി ഇരിക്കുന്ന സമയത്ത് അവളൊരു വാർത്ത കേൾക്കുകയാണ്. ദൈവത്തിന്റെ ജനത്തെ സന്ദർശിച്ചു. ബേത്ലഹേമിൽ സന്ദർശിച്ച് ജനത്തിന് ഇഷ്ടം പോലെ ആഹാരവും സമൃദ്ധിയും സമാധാനവും അല്ലെങ്കിൽ സന്തോഷമൊക്കെ ലഭിച്ചത് അവരുടെ വാർത്ത കേൾക്കുകയാണ്. അതാണ് ദൈവജനത്തിന് ചില താൽക്കാലികമായ കഷ്ടമുണ്ടാകാം. ദൈവത്തോടുകൂടി നടക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, സഞ്ചരിക്കുമ്പോൾ
താൽക്കാലികമായ ചില നഷ്ടങ്ങളും വേദന ഉണ്ടായെങ്കിലും എല്ലാ കാലവും അതുണ്ടാകത്തില്ല. നീ ദൈവത്തെ സേവിക്കുന്ന പൈതലാണോ, പ്രാർത്ഥിക്കുന്ന പൈതലാണോ, ദൈവത്തെ പിൻപറ്റുന്ന ജീവിതമാണോ, ചില കഷ്ടങ്ങളും ചില അപമാനങ്ങളും ഒറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളും ദാരിദ്ര്യങ്ങളും ചില ക്ഷാമങ്ങളും എല്ലാം നിന്റെ ജീവിതത്തില് കാലങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ എല്ലാ കാലങ്ങളിലും അതുണ്ടാകുകയില്ല. ബേത്ലഹേമിൽ അതുണ്ടായില്ല. ബേത്ലഹേമിൽ ഉണ്ടായില്ല. ബേത്ലഹേമിൽ ദൈവം തന്നെ ജനത്തെ ചെയ്തു, സംരക്ഷിച്ചു. ജനത്തോട് ദൈവം ഇടപെട്ടു. ദൈവം ജനത്തിന് ആഹാരം കൊടുത്തു, സമൃദ്ധി കൊടുത്തു. സമൃദ്ധി കൊടുത്ത നവോമിയുടെ ഉള്ളിൽ മേഖലയിൽ ജീവന്റെ സ്ഫുരണങ്ങൾ, ആശയുടെ നല്ല സ്ഫുരണങ്ങൾ അവളെ ഹൃദയത്തോടെ കടന്നുപോയാണ്. ഒരു മടങ്ങിപ്പോക്ക്. എങ്ങോട്ട്? ദൈവത്തിന്റെ നഗരമായ, അപ്പത്തിന്റെ ഭവനമായ ബേത്ലഹേമിലേക്ക് മടങ്ങിപ്പോകുവാൻ അവരുടെ ഹൃദയം വെമ്പി. ദൈവത്തിന്റെ ബദല് ദൈവം തന്നെ ജനത്തെ സന്ദർശിക്കുന്നു. ചില ദൈവപ്രവൃത്തി കാണുമ്പോൾ, ദൈവത്തിന്റെ മറുപടികൾ കാണുമ്പോൾ, ദൈവ സാന്നിധ്യം കാണുമ്പോൾ, ദൈവം നല്ല ജനത്തിന് വേണ്ടി എന്റെ പ്രാർത്ഥന കേൾക്കുന്നെന്ന് കാണുമ്പോൾ, നാം നിൽക്കുന്ന ഇടം ഏതൊന്ന് ശോധന ചെയ്യണം. എന്നിട്ട് ഒരു തീരുമാനം എടുക്കണം. ദൈവസ്ഥലയിലേക്ക് മടങ്ങി പോകുവാനുള്ള തീരുമാനം, ദൈവസ്ഥലയിലേക്ക് അടുപ്പിക്കുവാനുള്ള തീരുമാനം. ദൈവത്തിന് ബദല് നിന്റെ ജീവിതത്തിൽ എടുക്കണം. ഇന്ന് പലക്കാലം ഈ സമയം ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിലേക്ക് മടങ്ങി ചെല്ലുവാൻ, ദൈവത്തിലേക്ക് അടുത്തെല്ലുവാൻ വ്യക്തിപരമായി ഒരു തീരുമാനം, ദൈവ വേലയെ ശക്തിപ്പെടാനുള്ള തീരുമാനം, പ്രാർത്ഥനയെ ശക്തിപ്പെടാനുള്ള തീരുമാനം, ആനന്ദയെ ശക്തിപ്പെടാനുള്ള തീരുമാനം, വിശുദ്ധ ജീവിതത്തിലേക്ക് നയിക്കപ്പെടാനുള്ള തീരുമാനം. പാട്ടിനാൽ ദൈവത്തെ ഹല്ലേലൂയ പാടി സ്തുതിക്കുക, ദൈവത്തിന്റെ സാക്ഷിയായി മാറുവാനുള്ള ഒരു തീരുമാനം ദൈവാത്മാവ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുകയാണ്.